നമസ്കാരം. അണ്ണാ സർവകലാശാലയിലെ വിദ്യാർത്ഥിനി ലൈംഗിക അതിക്രമത്തിന് ഇരയായ സംഭവത്തിൽ പ്രതിഷേധിച്ച നടിയും ബി.ജെ.പി. നേതാവുമായ ഖുശ്ബുവിനെയും മറ്റ് വനിതാ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത പോലീസ്. അറസ്റ്റ് ചെയ്ത ഇവരെ 7 മണിക്കൂർ കഴിഞ്ഞാണ് വിട്ടയച്ചത്. ആടുകളെ വളർത്താനായി വാടകയ്ക്കെടുത്ത സ്ഥലത്താണ് ഇതിനിടയിൽ നടിയെയും മറ്റുള്ളവരെയും പാർപ്പിച്ചത്. സംസ്ഥാന വ്യാപകമായുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് മധുരയിലും ബി.ജെ.പിയുടെ പ്രതിഷേധം അരങ്ങേറിയത്. ഇവിടെ കണ്ണകി ക്ഷേത്രത്തിന് മുൻപിൽ വെച്ചായിരുന്നു റാലി ആരംഭിച്ചത്. സ്ത്രീകളിൽ പലരും കണ്ണകിയുടെ വേഷം ധരിച്ചും മുളകരച്ചുമാണ് പ്രതിഷേധിച്ചത്. ചിലമ്പുകളും പലരും കയ്യിൽ കരുതിയിരുന്നു. ഇരയ്ക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ബി.ജെ.പി. നേതാക്കൾ തീർത്തത്. പ്രതിഷേധത്തെ നേരിടാൻ 200-ലധികം പോലീസുകാരെയും സംഭവ സ്ഥലത്ത് വിന്യസിച്ചിരുന്നു. സ്ത്രീകളെ ആത്മാഭിമാനം പഠിപ്പിച്ചത് കലേജർ ആണെന്നും എന്നാൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ നിരാശയുണ്ടെന്നും ഖുശ്ബു പറഞ്ഞു. അതേസമയം പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇവരെ വ്യാപാരികളുടെ ഗിൽഡിന്റെ കല്യാണ മണ്ഡലത്തിലേക്കാണ് എത്തിച്ചത്. ഇതിനു പിന്നാലെ ഇവിടെ 300ഓളം ആടുകളെയും ചെമ്മരി ആടുകളെയും എത്തിച്ചതോടെ പ്രദേശത്ത് വലിയ ഗതാഗത കുരുക്കുണ്ടായി. വൈകിട്ടോടെ ഇവിടേക്ക് കൂടുതൽ മൃഗങ്ങളെ എത്തിക്കുകയും ചെയ്തു. എന്നാൽ ആടിനെ പാർപ്പിച്ചിടത്ത് വനിതാ നേതാക്കളെ എത്തിച്ചതിന് എതിരെ ബി.ജെ.പി. പ്രവർത്തകർ പ്രതിഷേധം തീർത്തിരുന്നു. അതേസമയം രാവിലെ അറസ്റ്റ് ചെയ്ത ഖുശ്ബുവിനെയും മറ്റ് വനിതാ നേതാക്കളെയും വൈകിട്ട് 6:30ഓടെയാണ് വിട്ടയച്ചത്. 300ഓളം വനിതകൾക്കും 14 പുരുഷന്മാർക്കുമെതിരെയാണ് സംഭവത്തിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിലെ ബലാത്സംഗ കേസിൽ DMK-ക്കെതിരെ നേരത്തെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയും രംഗത്തെത്തിയിരുന്നു. സ്വയം ചാട്ടവാർ അടിച്ചും ഉപവാസമിരുന്നുമാണ് അണ്ണാമലൈ പ്രതിഷേധിച്ചത്. സംസ്ഥാനത്ത് ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നിരിക്കുകയാണെന്ന് അണ്ണാമലൈ കുറ്റപ്പെടുത്തിയിരുന്നു. കേസിലെ പ്രതി ജ്ഞാനശേഖരൻ പ്രാദേശിക DMK നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണെന്നാണ് ബി.ജെ.പിയുടെ ആരോപണം. DMK ബന്ധം കാരണം ഇയാൾക്കെതിരെ പോലീസ് ദുർബലമായ വകുപ്പുകളാണ് ചേർത്തത് എന്നും ബി.ജെ.പി. നേതാക്കൾ ആരോപിക്കുന്നു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.